ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശിവേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. ശിവേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ശിവേട്ട എന്താ ഗംഗേട്ട പ്രശ്നമാണോ എന്ന് ശിവേട്ടൻ ചോദിക്കുക. അപ്പോൾ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ പ്രശ്നമാണ് എന്ന് ശിവേട്ടനോട് ഗംഗേട്ടൻ പറയാം. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന്. അപ്പോൾ എന്നാൽ നമുക്ക് അകത്തോട്ടിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചായകുടിയൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ട് പോന്നതാ ഞങ്ങൾ. വൈജാൻ്റെ അമ്മയുണ്ട് അവിടെയെന്ന് മനു പറയാണ്. എന്തായാലും നന്നായി, ഗംഗേട്ടൻ അവർക്ക് കൊണ്ട് തലവെച്ച് കൊടുത്തോ. അപ്പം ഞാൻ എന്തായാലും തല ഊരിക്കൊണ്ട് പോന്നു. ആട്ടെ, ഹരി എങ്ങനെ ഇരിക്കുന്നു, അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ്റെ കാര്യം പ്രശ്നമാണ് ഗംഗേട്ട, എത്രയും പെട്ടെന്ന് ജാമ്യം കിട്ടണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് ശിവേട്ടൻ ഇങ്ങനെ പറയുക. അപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ടോ വെച്ചാന്ന് മനു ചോദിക്കുമ്പോൾ എല്ലാം ശരണ്യയുടെ മൊഴി അനുസരിച്ചിരിക്കുമെന്നും ആ കുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുൻപേ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന കാര്യം ശിവൻ പറയാം. അതിൻ്റെ വഴി നടക്കാം. ഗംഗേട്ടൻ വന്നേ വാ എന്നും പറഞ്ഞ് ഇവർ 3 പേരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുന്നു. ഇവർ 3 പേരും അകത്തേക്ക് കയറി ചെന്നപ്പം ഞാൻ അർജൻറ്റായിട്ട് വന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, ബാലേന്ദ്രൻ ഇന്നലെ കൂണൂർ വന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യവും പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ കണ്ട് സംസാരിച്ചു എന്നുള്ള കാര്യമൊക്കെ ഗംഗേട്ടൻ ഇങ്ങനെ പറയുക. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം ശിവേട്ടനോട് പറഞ്ഞു. അങ്ങനെ സ്റ്റാൻലിയുടെ അഡ്രസ്സും വാങ്ങിച്ചുകൊണ്ട് പോയെന്നും പറഞ്ഞു. പിന്നെ അലീനെ സ്വന്തം അച്ഛൻ്റെ കൈകളിൽ ഏൽപ്പിക്കാനാണ് അയാളുടെ തീരുമാനമെന്ന കാര്യം ഇങ്ങനെ ഗംഗേട്ടൻ പറയുമ്പം അത് നല്ലതല്ലേ ഗംഗേട്ട എന്ന് ചോദിക്കുക ശിവൻ. അപ്പം ഒറ്റ നോട്ടത്തിൽ അത് അങ്ങനെ തന്നെ തോന്നും. അലീനയ്ക്ക് ഒരു നല്ല ഷെൽട്ടർ വേണം, അതിന് ഏറ്റവും നല്ലത് അവളുടെ അച്ഛൻ്റെ വീട് തന്നെയാണെന്നും അത് നോക്കുമ്പോൾ ശരിയാണെന്നും പറഞ്ഞു. അപ്പോൾ ബാലേന്ദ്രൻ അവളുടെ സെക്യൂരിറ്റി ഉറപ്പാക്കാൻ വേണ്ടി ചെയ്യണതല്ലേ എന്ന് ശിവേട്ടൻ അന്നേരം ചോദിക്കും കേട്ടോ. അതിലെന്തെങ്കിലും ഗൂഢോദ്ദേശം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറയുമ്പം ബാലേന്ദ്രന് ഗൂഢോദ്ദേശവും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. സ്റ്റാൻലി ഇതെങ്ങനെ കാണും എന്ന് ചോദിക്കുകയാണ് നേരത്തേക്കും ഗംഗേട്ടൻ. അത് നമുക്ക് അതിനെപ്പറ്റി ഒരു ധാരണയില്ലല്ലോ എന്നും പറഞ്ഞു. അയാൾ രൂക്ഷമായിട്ട് പ്രതികരിക്കുകയാണെങ്കിലോ അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് എന്താ മെച്ചം ഉണ്ടാക്കാൻ പോണേ, സംഗതി വഷളാക്കാമെന്നുള്ളതല്ലാതെ എന്തെങ്കിലും ഗുണം അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. 3 തരത്തിലുള്ള കുഴപ്പങ്ങൾ അതിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, അലീന വൈജയുടെ മകളാണെങ്കിൽ വൈജ എവിടെ, അയാൾ തിരക്കി വരുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ എന്ന് ചോദിക്കുക. അലീനയുടെ ജനനവുമായി ബന്ധപ്പെട്ട സകല സംഭവങ്ങളും കുഴി മാന്തി അയാൾ പുറത്തെടുക്കും, അത് ഉറപ്പുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചു. പിന്നെ വൈജയോട് തന്നെ അയാൾക്ക് വിശദീകരണം കാര്യങ്ങളും എല്ലാം ആവശ്യപ്പെടാനും സാധിക്കും. പിന്നെ രണ്ടാമത്തെ കുഴപ്പം, അത് സ്റ്റാൻലിക്ക് ഒരു ഫാമിലി എന്തായാലും ഉണ്ടാകുമല്ലോ, അവർ ഈ സത്യം അറിയുമ്പം എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ശിവേട്ടൻ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അയാളുടെ കുടുംബത്തിലെ കലഹവും പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ലായിരിക്കാം, എന്നാലും അവിടെ ഒരു കൊടുങ്കാറ്റ് അടിക്കത്തില്ലേ എന്ന് ശിവേട്ടനോട് ചോദിച്ചു. അപ്പോൾ അയാളുടെ ഫാമിലി മാറ്റേഴ്സ് ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഗംഗേട്ടാ എന്ന് ശിവേട്ടൻ അന്നേരം പറഞ്ഞു. മൂന്നാമത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അയാൾക്കൊരു കുഞ്ഞുണ്ടായത് എങ്ങനെ ഇത്രയും കാലം മറച്ചു വെക്കപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ചോദ്യങ്ങളും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെല്ലാം ഗംഗേട്ടൻ ശിവേട്ടനോട് ഇങ്ങനെ പറയുക. സ്റ്റാൻലിയുടെ വീട്ടിൽ അയാളുടെ മകളായി ജീവിക്കേണ്ട കുഞ്ഞിനെ 23 വർഷക്കാലം അനാഥത്വത്തിലേക്ക് തള്ളിവിട്ടതിൻ്റെ പിന്നിലെ കുറ്റക്കാരൊക്കെ, അതിന് കാരണക്കാരായവരെ വെറുതെ വിടണോ അതോ അവരെ കോടതിയിൽ കയറ്റണോ? അയാളൊരു പട്ടാളക്കാരനാണല്ലോ. പട്ടാളക്കാരന് 2 ഓപ്ഷനേ ഉള്ളൂ, ഒന്നെങ്കിൽ യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ കീഴടങ്ങുക. ഇതിപ്പോൾ ഗംഗേട്ടൻ പറയുന്നത് കേട്ടിട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഗതിയാണല്ലോ ഗംഗേട്ടാ. അതെ, കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മളെല്ലാ വശങ്ങളും ചിന്തിക്കണ്ടേ ശിവ എന്ന് ചോദിച്ചപ്പം അല്ല നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോയല്ലോ എല്ലാം, നമ്മളിനി എന്നാ ചെയ്യും? ബാലേന്ദ്രൻ ഇന്ന് തന്നെ സ്റ്റാൻലിയെ കാണുകയാണെങ്കിൽ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അതിനു മുൻപ് അയാളെ തടയാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ? ബാലേന്ദ്രനെ ഒന്ന് ഫോൺ ചെയ്താലോ? അപ്പോൾ ഗംഗേണ്ണ ഒന്ന് വിളിച്ചു നോക്കാൻ പറയുമ്പോൾ ഞാൻ അയാളോട് സംസാരിക്കാൻ എന്തായാലും ഇല്ല, കുത്തും മൊനയും മുള്ളുമില്ല, അതൊരു വാക്കുപോലും അയാൾ എന്നോട് പറയാറില്ല. കൂണൂർ വന്നിട്ടും അയാൾ അങ്ങനെ തന്നെ എന്നോട് സംസാരിച്ചത്, അറപ്പാകുന്ന രീതിയിൽ. അപ്പോൾ ഫോണിൽ വിളിച്ചിട്ട് അയാളോട് ഇപ്പം എന്നാ പറയാൻ ഗംഗേട്ടാ, സ്റ്റാൻലിയെ കാണരുത്, അയാളുടെ വീട്ടിൽ പോവരുത്, അയാളെ ഒന്നും അറിയിക്കരുത് എന്നൊക്കെ പറയാൻ കൊള്ളാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അനിയൻ ചേട്ടനോട്. അപ്പോൾ അയാൾക്ക് സ്വീകാര്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു സജഷൻ മുന്നോട്ട് വെക്കണമെന്ന് പറയുമ്പോൾ അയാൾക്ക് സ്വീകാര്യമായിട്ട് ഒരൊറ്റ സംഗതിയുള്ളൂ,
അലീന കടപ്പാട്ടൂർ തന്നെ നിൽക്കണം, എങ്ങോട്ടും പോകാൻ പാടില്ല. അപ്പോൾ അലീന കടപ്പാട്ടൂർ നിൽക്കണമെങ്കിൽ വൈജ വാശി ഉപേക്ഷിച്ച് തിരിച്ച് ചെല്ലണ്ടേ എന്ന് ശിവേട്ടനോട് ചോദിക്കുമ്പം ഒരു രക്ഷയില്ല ഗംഗേട്ട, അവളെ കൊല്ലണം, എന്നിട്ട് കടപ്പാട്ടൂർ ചെന്ന് ഇട്ടിട്ട് പോരണമെന്ന് പറഞ്ഞു. നമുക്ക് രണ്ടുപേർക്കും ഇടവും വലവും നിന്ന് 2 ചെകിട്ടത്ത് 4 പൊട്ടിച്ചല്ല, തിരിച്ചു പോടി നിൻ്റെ വീട്ടിലേക്ക് പോടി എന്നുള്ളൊരു ഭീഷണിയും കൂടെ ചേർത്ത് അവൾ ചിലപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമായിരിക്കും. അഡ്വാൻസ് കൊടുത്ത് വാടക വീട് റെഡിയാക്കിയിട്ടിരിക്കുക. അവൾ അവിടെ പോയി താമസിക്കും, നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? അവളെ ഉപദ്രവിക്കാൻ ചെന്നാൽ അവൾ നമുക്കെതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് വരെ ചെയ്തെന്ന് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്നാണെങ്കിലും വൈജയോടൊന്ന് സംസാരിച്ച് നോക്കാം, എന്നിട്ട് ബാലേന്ദ്രനെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നോക്കാം. ഗംഗേട്ടൻ കുറച്ച് അകന്നൊന്ന് സംസാരിച്ചോളണം, കൈ അടക്കി വെക്കണം കേട്ടോ എന്നും ശിവേട്ടൻ പറയുമ്പോൾ എന്നും പറഞ്ഞ് ഗംഗേട്ടൻ നേരെ പോവുക വൈജമേട്ടത്തെ കാണാൻ ചെന്ന് വാതിൻ്റെ ഡോറിൽ മുട്ടി തുറന്ന് കൊടുത്തു. വലിയ ചിരിയൊക്കെ ചിരിച്ചു. ഗംഗേട്ട എന്നെ ഉപദേശിക്കാൻ വന്നതാണോ? അതിനുവേണ്ടി മാത്രമാണോ നീലഗിരിയിൽ നിന്ന് കാർ ഓടിച്ച് വന്നതെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായതാ എന്നും പറഞ്ഞുകൊണ്ട് വൈജയുടെ വകെ ഒരു പുച്ഛവും കൂടി. അപ്പം സംഗതി നിസാരമല്ല എന്നുള്ളത് നിനക്കറിയാം. തലയ്ക്ക് വെളിവില്ലാഞ്ഞിട്ടല്ലല്ലോ ഞാൻ 350 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മുടെ കുടുംബത്തിൽ തലയ്ക്ക് വെളിവില്ലാത്തത് എനിക്ക് മാത്രമാണല്ലോ എന്ന് വൈജ. ബാക്കി എല്ലാവരും അതിബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗൊക്കെ ഇറക്കി നിൽക്കുമ്പോൾ നമുക്ക് അത് മാറ്റിയെടുക്കണ്ടേന്ന് ഗംഗേട്ടൻ ചോദിച്ചു. എന്നാ മാറ്റിയെടുക്കാനാ? അപ്പം നിന്റെ തലയുടെ കുഴപ്പമേ എന്ന് പറഞ്ഞൊരു ചിരി. വെളിവില്ലായ്മ ഉണ്ട് എന്നുള്ളത് നീ സമ്മതിച്ച കാര്യം തന്നെയാണല്ലോ എന്ന് പറഞ്ഞപ്പം ഞാൻ ജനിച്ചപ്പോഴേ ഉള്ളതല്ലേ ഗംഗേട്ടാ, ജാത്യാലുള്ളത് തൂത്താ പോകത്തില്ലെന്ന് എപ്പോഴും പറയാറില്ലേ. ഈ പ്രായത്തിൽ ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ? ഈ തലയും തലച്ചോറും മാറ്റി വയ്ക്കുന്ന ഓപ്പറേഷൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെ പരിഹസിക്കുന്നു. അപ്പം ഇത് കേട്ടപ്പം ഞാനേ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. നിന്റെ വീട്ടിൽ ഇപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എല്ലാം മാന്യമായി നടക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പം അതിപ്പോൾ എൻ്റെ വീടല്ലല്ലോ, അത് തന്നെ ഒന്നാമത്തെ കുഴപ്പം. പിന്നെ എങ്ങാണ്ടെന്ന് തെണ്ടി കയറി വന്ന പിച്ചക്കാരി അലീനയുടെ വീടാ അത്. ഞാൻ നോക്കുമ്പോൾ ആ വീട്ടിൽ സകലതും കുഴഞ്ഞു മറിഞ്ഞു കുഴപ്പത്തിൽ കിടക്കുകയാണെന്ന് വൈജ. എന്തോ നാടി അവിടെ കുഴഞ്ഞു കിടക്കുന്നതെന്ന് ചോദിച്ച് ശിവൻ അന്നേരം വന്നു. കാണാൻ കണ്ണു വേണം. ഒരു വീട് കുടുംബം എന്നൊക്കെ പറഞ്ഞാലേ അതിനൊരു ഫ്രെയിം വേണമെന്നും അച്ഛൻ അമ്മ മക്കള് പിന്നെ കടപ്പാട്ടൂർ അമ്മയില്ല. അമ്മ എവിടെ പോയെന്ന് ചോദിച്ചു. അന്നേരം അമ്മയെ പുകച്ചു പുറത്തേ അടിച്ചു. എന്നിട്ട് ആ സ്ഥാനത്തേക്ക് വേലക്കാരി അങ്ങ് പ്രതിഷ്ഠിച്ചു. വേലക്കാരി, കുടുംബനാഥൻ, മക്കള്, ഇങ്ങനെയാണോ ഒരു കുടുംബം എന്ന് വൈജ ചോദിക്കുക. ബാക്കിയുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇത്രയും കാലം അവൾ ബാലചന്ദ്രൻ്റെ മകളാണെന്ന് കള്ളക്കഥ പറഞ്ഞ് നടന്നു. അവസാനം അത് പൊളിഞ്ഞു. എന്നിട്ടിപ്പോഴും അവളാണ് അവിടുത്തെ രാജകുമാരി. നിന്റെ മക്കളും അവളെ അംഗീകരിച്ചില്ലേന്ന് ഗംഗേട്ടൻ അന്നേരം ചോദിക്കാം. കണ്ണും കയ്യും ചിരിയും കാണിച്ചു മയക്കാൻ കഴിവുള്ള പെണ്ണുങ്ങളെ എക്കാലത്തും ഉണ്ടായിരുന്നു ഗംഗേട്ട, ഇപ്പോഴും ഉണ്ട്, ഇനിയും ഉണ്ടാകും. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇവിടുത്തെ വേലക്കാരി എൻ്റെ മക്കളെയും കൊണ്ട് വേറൊരു വേലക്കാരിയുടെ വീട്ടിൽ പോയേക്കണം. ഇതിനു മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ? വേലക്കാരി എന്നുള്ള ചിന്ത നീ ആദ്യമേ എടുത്ത് മനസ്സിന്ന് കള വൈജേ. അതിന് താഴെ വല്ല വേറെ വാക്കുണ്ടോ എന്ന് വൈജ അന്നേരം ശിവനോട് ചോദിക്കാം. അപ്പോൾ തൂപ്പുകാരി എന്ന് വിളിക്കാം, അവൾക്ക് ചേരുമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ദേ വൈജേ, ഞാൻ നിന്നോട് കലഹിക്കാനോ നിന്നെ മര്യാദ പഠിപ്പിക്കാനോ വന്നതല്ല. ഒരു സത്യം ഞാൻ നിന്നോട് പറയാം. അലീന കടപ്പാട്ടൂരിൽ നിന്ന് പോയാൽ നിന്റെ കുടുംബം പിടിച്ചാൽ കിട്ടാത്തതുപോലെ ചെതറിപ്പോകും. അത് നിനക്ക് അതാണോ വേണ്ടതെന്ന് ഗംഗേട്ട ചോദിക്കുമ്പം തുമ്മിയാൽ തെറിക്കുന്ന മൂക്ക് വെച്ചോണ്ടിരിക്കാൻ കൊള്ളത്തില്ല ഗംഗേട്ട, തെറിക്കുന്നതൊക്കെ അങ്ങ് തെറിച്ചു പോട്ടെ എന്നും പറഞ്ഞു ഭയങ്കര വലിയ ഡയലോഗുകൾ. കൃഷ്ണമോൾ ഒഴികെ ബാക്കി 2 പേർക്കും പ്രായപൂർത്തിയായി. അവർക്ക് വേണ്ടിയാ ഞാൻ ഇത്രയും കാലം ജീവിച്ചതെന്നും ഇനി എൻ്റെ ഇഷ്ടത്തിന് ഞാനൊന്ന് ജീവിക്കട്ടെ. നിന്റെ ഇഷ്ടത്തിന് ആ വീട്ടിൽ നിനക്ക് ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല. അലീന അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് നീ 3 മാസം തികച്ച വീട്ടിൽ ജീവിക്കില്ല. അപ്പം വേണ്ടെന്നേ, ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം. എനിക്ക് അവളെ അവിടെ നിന്ന് ഇറക്കി വിട്ടാൽ മതി. അതിനുശേഷം എന്തു വന്നാലും ഞാനത് അനുഭവിച്ചോളാമെന്ന് പറയുമ്പം അലീന വീട്ടിൽ നിന്ന് പോവുകയും നീ തിരിച്ച് ആ വീട്ടിൽ ചെല്ലുകയും ചെയ്യുമ്പോൾ ബാലചന്ദ്രൻ പഴയതുപോലെ നിന്നെ സ്നേഹിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ബാലചന്ദ്രൻ്റെ സ്നേഹം വേണ്ട, അല്ലെങ്കിലും എപ്പോഴാണ് അയാൾ എന്നെ സ്നേഹിച്ചിട്ടുള്ളത്? അത് കേട്ടപ്പോൾ വൈജേ, നീ നിന്നെ തിരിച്ചറിയുന്നില്ല, അതാണ് നിന്റെ കുഴപ്പമൊന്നും. നിനക്കാണ് ആരോടും സ്നേഹമില്ലാത്തത്. ബാലചന്ദ്രനോടില്ല, മക്കളോടില്ല, പെറ്റ തള്ളയോടില്ല, ആങ്ങളമാരോടില്ല, ഒരു തരുമ്പ് സ്നേഹം പോലും നിനക്ക്. നീ സ്നേഹിക്കുന്ന ഒരേ ഒരാൾ അത് നീ മാത്രമാണെന്ന് പറയുമ്പം സമ്മതിച്ചു. ഞാൻ എന്നെങ്കിലും ഒന്ന് സ്നേഹിച്ചോട്ടെ. നീ ഒരു വിധത്തിലും വിവരമുള്ളവർ പറയുന്നത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ലല്ലേ എന്ന് ചോദിക്കുമ്പം അലീനയും ഞാനും കൂടി ആ വീട്ടിൽ പറ്റത്തില്ല ഗംഗേട്ടാ, പറ്റില്ല.
ഞാൻ ജീവനോടിരിക്കുമ്പം അത് ഞാൻ സമ്മതിക്കത്തില്ല. കൂടുതലൊന്നും എനിക്കിതിൽ നിന്ന് പറയാനില്ല, എന്നോടും പറയാൻ വരണ്ട. അതുകൊണ്ട് യാതൊരു ഫലവും ഇല്ലെന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ കൈയിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുക നമ്മുടെ ഗംഗയുടെ കൂട്ടുകാനിങ്ങനെ കൈ തരിച്ചിട്ടേ. അപ്പോൾ ശിവേട്ടൻ അത് കാര്യം മനസ്സിലായി. ശിവേട്ടൻ എന്നിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ്. വന്നേ ശിവേട്ടൻ നമുക്ക് പോകാം, വന്നേ ഗംഗേട്ട നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ശിവേട്ടൻ വിളിച്ചുകൊണ്ട് പോകുന്നു. വൈദ്യയുടെ ഓറും പൂട്ടി അതിനകത്ത് കയറി അടയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രോഹിത്തും അവരെല്ലാവരും കൂടി ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇവരെല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് മാമച്ചനങ്ങളെന്തോന്നും പറയാത്തേ എന്ന് വെച്ചാൽ നമ്മുടെ കൃഷ്ണമോൾ ഇതൊരുമാതിരി ബോറടിക്കുന്നു, വേഗം കളിക്കാൻ പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ ഇങ്ങനെ പറയാം. ഇത്രയും ഉന്നം നോക്കിയിട്ട് ഒരു എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടായിരുന്നു, സ്റ്റഡി. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മാമച്ചനങ്ങൾ കുറേ ഇതൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുക. അങ്ങനെ ഇവരുടെ കളി നമ്മുടെ രോഹിത് ആണെങ്കിൽ മൊത്തം ഭയങ്കര ഇതായിട്ട് പൊളിഞ്ഞ് പണ്ടാരടങ്ങി. അപ്പോഴത്തേക്ക് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന രേവതിക്കുട്ടി ഭയങ്കരം തന്നെ. ഒയ്യോ, ഈ ഉന്നം കൊണ്ട് പട്ടാളത്തിലേക്ക് ഒന്ന് റെക്കമെൻഡ് ചെയ്തേക്കത് കേട്ടോ എന്ന് രേവതിക്കുട്ടി പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രോഹിത്തിന് ഇഷ്ടപ്പെട്ടില്ല. രോഹിയേട്ടൻ്റെ ടൈം കഴിഞ്ഞ് ഇനി എൻ്റെ ആണെന്ന് ബബിത പറയണം. അപ്പം സ്ട്രൈക്കർ ക്രോസ് ചെയ്തിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഒരു ചാൻസും കൂടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ കള്ള കളിയാങ്കിളെ ഇത് കള്ളത്തരാട്ടോ എന്ന് ബബിത പറയണു. അപ്പോൾ അതേ നമ്മുടെ രേവതിക്കുട്ടി ഈ കള്ളക്കളി കണ്ടിട്ട് അങ്കിളിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ലേ? അപ്പോൾ അതെ ലക്ഷ്യമാണ് പ്രധാനം, മാർഗം നോക്കണ്ട എന്ന് പറയാറില്ലേ? ഈ ഒരു അവസരത്തിൽ എനിക്കത് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാമച്ചനങ്ങൾ ഇരിക്കുന്നു. അപ്പോഴത്തേക്ക് അലീന എല്ലാവർക്കുള്ള ജ്യൂസും ഒക്കെ ആയിട്ട് വന്നു. അപ്പോൾ ഇവിടുത്തെ ബഹളം കേട്ടാൽ തോന്നുമല്ലോ കബഡി കളിയാണെന്നും പറഞ്ഞുകൊണ്ട് ഗ്രേസ്മയും വന്നു. എന്നാ ഒരു ഒച്ചയാ, പണിയാവും അവസാനം. ഈ പോക്കാണെങ്കിൽ ചിലർ വാങ്ങിക്കും ഉറപ്പാണ് നമ്മുടെ രേവതിക്കുട്ടി. തൽക്കാലത്തേക്ക് കളി നിർത്തിക്കോളാൻ പറഞ്ഞു ഗ്രേസ്മ. ജയിക്കേണ്ട കളിയായിരുന്നു അല്ല അങ്കിളെ എന്ന് രോഹിത്ത് പറയുമ്പം അതെ അതെ, നിങ്ങളുടെ എല്ലാ കരുവും കളത്തിലിരിക്കുക, രണ്ടെണ്ണങ്ങളിട്ട് അവർ കളി ജയിച്ചേനെന്ന് ഈ കൃഷ്ണമോള് പറയുമ്പോൾ അതിമ കൊതിപ്പിച്ചെന്നേ ഉള്ളൂ, കളി ഞങ്ങൾ ജയിച്ചേനെന്ന് നമ്മുടെ രോഹിത്ത്. അപ്പോൾ ഇങ്ങനെ കള്ളക്കളി കളിച്ച് ജയിച്ചേനെന്ന് ബബിത. അപ്പോൾ കിടക്കണ്ടേ, നാളെ പോവേണ്ടതല്ലേ രാവിലെ എന്ന് അലീന ചോദിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം. എല്ലാവർക്കും സങ്കടമായിട്ടോ. നാളെ പോണല്ലേ എന്ന് കൃഷ്ണമോള് ചോദിക്കുക. അപ്പം നാളെ തന്നെ പോണോ എന്ന് ബബിത ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. പിന്നല്ലാതെ ഇത് കൊള്ളാമല്ലോ, നമുക്ക് പോവണ്ടേ പിന്നെ? അപ്പോൾ അലീന ചേച്ചിക്ക് നിർബന്ധമാണെങ്കിൽ നമുക്ക് പോയേക്കാം അല്ലേ എന്ന് രോഹിത് അന്നേരം പറഞ്ഞു. അപ്പോൾ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ തല മൂളിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. നിന്റെ അഭിപ്രായ പ്രകടനമൊന്നും ഇല്ലേ ഇന്ന് രേവതിക്കുട്ടിയോട് അലീന ചോദിക്കുമ്പോൾ ഞാൻ എന്നാ പറയാനാ, ഭൂരിപക്ഷ അഭിപ്രായത്തിൻ്റെ കൂടെ നിൽക്കും ഞാൻ, അത്രേ ഉള്ളൂ എന്ന് രേവതിക്കുട്ടി. തൽക്കാലം ഞാൻ ഇവരെ കൊണ്ടുപോയി വിടട്ടെ കേട്ടോ, അല്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് അലീന പറയുമ്പോൾ നിങ്ങൾക്ക് പോവണ്ടെങ്കിൽ ഇവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞു ഗ്രേസമ്മ. അതെ ഇവിടെ നിന്നോ, പെയിൻ ഗസ്റ്റായിട്ട് അങ്ങ് കൂടിക്കോളാൻ പറഞ്ഞു മുഹമ്മദ് ചായൻ. വേഗം എഴുന്നേറ്റ് എല്ലാവരും, നാളെ എന്തായാലും നമുക്ക് പോയേ പറ്റുള്ളൂ എന്ന് അലീന അന്നേരം ഇവരോട് പറഞ്ഞു. അത് കേട്ടപ്പം അലീന ചേച്ചി നമ്മളൊരു കാര്യം മറന്നു പോയില്ലേ, ചിന്നുമോളുടെ കാര്യം. അപ്പോൾ ചിന്നുമോളുടെ എന്ത് കാര്യമാണെന്ന് ചോദിക്കുമ്പം അവളെ സ്പോൺസർ ചെയ്യുന്ന കാര്യമെന്ന് രേവതിക്കുട്ടി ഇങ്ങനെ പറയുമ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമല്ല മോളെ എന്ന് പറഞ്ഞു കേട്ടോ അലീന. നമ്മൾ നോക്കിയാൽ നടക്കുമെന്നേ, അങ്കിളും ആൻറ്റിയും നമ്മുടെ കൂടെ നിൽക്കുകയല്ലേ എന്ന് രേവതിക്കുട്ടി അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അതിനിപ്പോൾ എന്നാ സംഭവം എന്ന് ഞങ്ങൾക്കറിയത്തില്ലല്ലോ, ഒന്നും പറഞ്ഞില്ലല്ലോ നിങ്ങളെന്ന് ഗ്രേസമ്മ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മുൻപൊരിക്കൽ ആൻറ്റി ത്യാഗഭവനത്തിൽ വെച്ച് പറഞ്ഞില്ലായിരുന്നു അവളെ ആർക്കും കൊടുക്കാതെ നമുക്ക് തന്നേക്കാനായിട്ട്, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് രേവതിക്കുട്ടി പറഞ്ഞു. അപ്പോൾ ആൻറ്റി അതൊക്കെ നടക്കണമെങ്കിൽ കുറേ നൂലാമാലകളുണ്ടെന്ന് ഇങ്ങനെ അലീന പറയാം. അപ്പം ഞാനങ്ങനെ പറഞ്ഞായിരുന്നു, മാമച്ചൻ എന്തു പറയുന്നു എന്ന് ഗ്രേസമ്മ ചോദിച്ചു. ആലോചിക്കാവുന്ന ഒരു കാര്യമാണ് എന്ന് പറയുമ്പം അത് മതി അലീന ചേച്ചി, ഇനി മദർ സുപ്പീരിയറോട് ഊർമിളയോട് നോ പറയാൻ രേവതിക്കുട്ടി പറയുമ്പോൾ അത് ആദ്യം നീ പറഞ്ഞ കാര്യം നടക്കൂ എന്ന് നമുക്ക് നോക്കാം, അത് കഴിഞ്ഞിട്ട് മതിയെന്ന് അലീന ഇങ്ങനെ രേവതിക്കുട്ടിയോട് പറയുക. അങ്ങനെ അവർ ആ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു. അതിനുശേഷം എല്ലാവരും പോയി കിടക്കാനായിട്ട് പോയി. അപ്പോൾ അവർക്കാർക്കും പോകാൻ താല്പര്യമില്ല. കുട്ടികൾക്കൊക്കെ ഭയങ്കര സങ്കടമാണെന്ന് പറഞ്ഞപ്പം ഞാൻ അവിടെ വിട്ട് പോരുന്നതിൻ്റെ സങ്കടമാണ് കൂടുതലും. പിന്നെ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നവും അതൊരു പ്രശ്നം തന്നെയല്ലേ എന്നിങ്ങനെ നമ്മുടെ അലീന ഇവരോട് രണ്ടുപേരോടും പറയുവാണ്. ഒരു പ്രശ്നവും ചിന്തിക്കാതെ ഇത്രയും ദിവസം ആദ്യമായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അത് നീ പറഞ്ഞത് ശരിയാ, അതിൻ്റെ ഒരു സമാധാനം ആ പിള്ളേരുടെ മുഖത്തുണ്ട് കേട്ടോ എന്താണേലും നമ്മുടെ മാമച്ചായനും പറഞ്ഞു. അപ്പം എന്തായാലും
പതുക്കെ പതുക്കെ എല്ലാം അവരെ അക്സെപ്റ്റ് ചെയ്യുന്നു തന്നെ എൻ്റെ വിശ്വാസമൊന്നും. പിന്നെ രോഹിത് അവരുടെ കൂടെ ഉണ്ടല്ലോ, എന്നാൽ നിങ്ങളും പോയി കിടക്കാൻ നോക്കുക കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ ഇവരെ പറഞ്ഞു വിടും. അപ്പോൾ ശരി എന്നും പറഞ്ഞ് ഇവർ കിടക്കാൻ പോയി. ഗ്രേസമ്മയും മാമച്ചായനും കൂടെ അവിടെ ഇരിക്കുന്നു. അവർക്ക് ഭയങ്കര സങ്കടം, ഇവർ പോവുകയാണല്ലോ എന്ന് കേട്ടിട്ട്. ഇങ്ങനെ തിരിഞ്ഞു നോക്കി ഇങ്ങനെയൊക്കെ ഭയങ്കര ഒരു വിമിഷ്ടപ്പെട്ടൊക്കെ ഇങ്ങനെ അവരിയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.